ഇപ്പോഴത്തെ ജനറേഷന് കൊടുക്കേണ്ട മണി ടിപ്സുകൾ ഏതൊക്കെയാണ്? അത് നമ്മളെ ഹെൽത്ത്. അപ്പോൾ നിങ്ങൾ ഹെൽത്തിനെ പിന്നെ ഇത് ഫോക്കസ് ചെയ്തിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇത് വേണം. പിന്നെ ഈ പറഞ്ഞ മാതിരി 20-30% നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ബെറ്റർ റിട്ടേൺസ് കിട്ടുന്ന ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ നമ്മൾ SIP അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം നമുക്കൊരു ബർഡൻ ഉണ്ടാവരുത്. പക്ഷേ ലെറ്റ് ദം എൻജോയ് ചെയ്യും വേണം അതിൻ്റെ കൂടെ. ഈ ഹൗസിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് എല്ലാവർക്കും. ഇപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഹൗസിങ്ങിന് വേണ്ടി വലിയ പൈസയും ചിലവാക്കേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ ഞാനൊക്കെ വീട് വെച്ചത് ഇതേമാതിരി ഞങ്ങളൊക്കെ പഠിക്കും വളരെ തുച്ഛമായ സംഖ്യയുള്ളൂ ഇൻവെസ്റ്റ്. അപ്പം അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ പിന്നെ ഫർദറായിട്ട് ഇപ്പം എല്ലാവർക്കും വീട് ഒന്നാമത് ഇന്ത്യയിലൊന്നും ആൾക്കാരില്ല, പിള്ളേരൊക്കെ വിദേശത്തേക്ക് പോവുക. അപ്പം വെറുതെ വീട് വെച്ചിട്ട് വെറുതെ അതിന് വലിയ ഇത് ആവശ്യത്തിന് ചെറിയൊരു വീടൊക്കെ വെക്കും.